PFI റെയ്ഡുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വാർത്തയാണ് വരുന്നത്. NIA റെയ്ഡിൽ കൊച്ചിയിൽ അറസ്റ്റിലായ മുഹമ്മദ് മുബാറക്കിനെ 5 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. NIA കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് ഈ കേസ് സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? കിരൺ, കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി PFIയുടെ രണ്ടാം നിര നേതാക്കൾക്ക് വേണ്ടി നടത്തിയ റെയ്ഡിലാണ് മുഹമ്മദ് മുബാറക്കിനെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും ചില മാരകായുധങ്ങളും NIA സംഘം കണ്ടെത്തിയിരുന്നു. വാള്, മഴു, കടാര തുടങ്ങിയവയാണ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആയുധങ്ങൾ. ബാഡ്മിൻ്റൺ ബാറ്റിൻ്റെ കവറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ സൂക്ഷിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇയാൾക്ക് ഈ ഫൈറ്റർ സെല്ലുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നൊരു ധാരണ NIA ഉണ്ടായിരുന്നു. നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലായി നിശബ്ദമായി PFIയുടെ രണ്ടാം നിര നേതാക്കൾ ആളുകളെ ഏകോപിപ്പിക്കുകയും വീണ്ടും വിധ്വംസക പ്രവർത്തകർക്കായി ആളുകളെ തയ്യാറെടുപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. എന്തായാലും അന്ന് നടത്തിയ പരിശോധനയിൽ ഏറ്റവും കൃത്യമായി ലഭിച്ച ഒരു ആൾ, ഈ സൂത്രധാരൻ എന്ന രീതിയിൽ ലഭിച്ച ആളും ഇയാളാണ് എന്ന് NIAക്ക് മനസ്സിലായിരുന്നു. 5 ദിവസമാണ് ഇന്ന് NIA കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. 5 ദിവസം കസ്റ്റഡി നൽകുകയും ചെയ്തിരുന്നു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. എന്തായാലും ഇന്നു മുതൽ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിക്കുമ്പോൾ വളരെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും മറ്റ് ആളുകൾക്ക് ഇത്തരത്തിൽ പുറത്തുള്ള ആളുകളെ വകവരുത്തുന്നതിനും മറ്റ് ഇതര MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.